മക്കൾ ഒരുപാട് ഉണ്ടാവുക എന്നതല്ല, ഉള്ള മക്കൾ, നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെന്തു വേണം? നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം നല്ല രൂപത്തിലുണ്ടാകേണ്ടതുണ്ട്. മക്കൾക്ക് വേണ്ടിയുള്ള ദുആ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ തന്നെ സ്വാലിഹത്തായ ഭാര്യയെ തിരഞ്ഞെടുക്കണം. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. പിന്നെ മക്കൾക്ക് വേണ്ടി നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ സ്വാലിഹീങ്ങളാവാൻ നിരന്തരം ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ അസ്ബാബുകൾ അവർ നന്നാവാനുള്ള കാരണങ്ങൾ, പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. എല്ലാത്തിലും ഉപരി നമ്മുടെ ജീവിതം നല്ലതാക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അല്ലാത്തിടത്തോളം മക്കൾ നന്നാവുന്നതിനെ, മക്കൾ നമ്മൾ അനുസരിക്കാത്തതിനെ കുറിച്ചൊക്കെ പരാതി പറയുന്നതിന് യാതൊരു ഫലവുമില്ല. അനുസരിക്കാൻ ബാധ്യതയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ധിക്കാരമാണ് പാപങ്ങൾ. ആ പാപങ്ങൾ നമ്മൾ നിരന്തരം ചെയ്താൽ അത് ഈ ദുനിയാവിൽ കിട്ടുന്ന ശിക്ഷയിൽപ്പെട്ടതാണ്. നമ്മെ അനുസരിക്കാൻ ബാധ്യതയുള്ള ആളുകൾ, നമ്മുടെ മക്കൾ, ഭാര്യമാർ, അതുപോലെയുള്ള ആളുകൾ നമ്മെ അനുസരിക്കാതിരിക്കും എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുസരിക്കാൻ ബാധ്യതയുള്ള റബ്ബിനോടുള്ള ധിക്കാരമാണ് പാപങ്ങൾ. ആ പാപങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യുമ്പോൾ ആ പാപങ്ങൾക്ക് അനന്തര ഫലമായി ദുനിയാവിൽ കിട്ടുന്ന ശിക്ഷയാണ് നമ്മെ അനുസരിക്കാൻ ബാധ്യതയുള്ള നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ നമ്മളെ അനുസരിക്കാതിരിക്കും, നമ്മുടെ ആജ്ഞാശേഷി നഷ്ടപ്പെടും എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളുടെ നന്മ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, മക്കൾ സ്വാലിഹീങ്ങളായി വളരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നാവണം സഹോദരങ്ങളെ. നമ്മൾ ഫർളുകളുടെ കാര്യത്തിൽ വീഴ്ചകൾ വരുത്താതിരിക്കുന്നവരാവണം. നമ്മൾ ഹറാമുകൾ ചെയ്യാത്തവരാകണം. നമ്മുടെ പാപങ്ങൾ മക്കൾ കണ്ടാലുമില്ലെങ്കിലും രഹസ്യ ജീവിതത്തിൽ തന്നെ നമ്മൾ പാപങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ആജ്ഞാശേഷി നഷ്ടപ്പെടും. മക്കൾ നമ്മളെ അനുസരിക്കാതിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കണം. നമ്മൾ നമ്മുടെ ജീവിതത്തെ ആത്മവിചാരണ ചെയ്യണം. എന്നിട്ട് ദുആയോടുകൂടെ ഏറ്റവും നല്ല തർബിയത്തിൽ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നാൽ, അവർ സ്വാലിഹീങ്ങളായാൽ, നമ്മുടെ മരണശേഷവും അവരുടെ ദുആ നമുക്ക് ഉപകാരം ചെയ്യും എന്നുള്ളതാണ്.